ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ എന്തായാലും പഠിച്ചു കഴിഞ്ഞു, എന്നാലും നിങ്ങൾ റിവിഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കേട്ടിരുന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ജസ്റ്റ് നിങ്ങൾ ഈ പോയിൻറ്റ്സൊക്കെ അല്ലേ എന്നൊക്കെ ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, എല്ലാം ഒന്ന് റിവൈസ് ചെയ്യിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഓൾറെഡി പഠിച്ച് പ്രിപ്പയർഡ് ആയിരിക്കുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആവാൻ പോകുന്ന ഒരു വീഡിയോ ആണിത്. ഇതിൽ മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാം. സോ ചാപ്റ്റർ 1 എടുക്കുകയാണെങ്കിൽ ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്നുള്ളതാണ്. അതിൽ ഇക്കണോമിക് ആക്ടിവിറ്റി, നോൺ ഇക്കണോമിക് ആക്ടിവിറ്റി എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ ബൈ പീപ്പിൾ ടു ഏൺ മണി. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് ഇക്കണോമിക് ആക്ടിവിറ്റി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മാനേജർ ഓഫീസിൽ ജോലി ചെയ്യുന്നു, പൈസ ഉണ്ടാക്കാനായിട്ടാണ് അല്ലേ. അതൊരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. നോൺ ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ ബൈ പീപ്പിൾ ടു ഗെറ്റ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ. ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നത് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഒരു ഹോബിയൊക്കെ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നത് പറയുകയാണെങ്കിൽ ഗാർഡനിങ് ആസ് എ ഹോബി. ഗാർഡനിങ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു ഹോബിയാണ്, ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ. അല്ലെങ്കിൽ നമ്മൾ ഫുട്ബോൾ പ്ലേ ചെയ്യുന്നത്. സോ ഇവിടെ പൈസ ഉണ്ടാക്കുന്നില്ല. അങ്ങനത്തെയാണ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് എന്താണ്? ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ ഏൺ മണി ആണെങ്കിൽ നോൺ ഇക്കണോമിക്കിൽ ടു ഗെറ്റ് മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലേ. എക്കണോമിക് ആക്ടിവിറ്റിയുടെ ബെനിഫിറ്റ്സ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ഇൻ ടേംസ് ഓഫ് മണി, പൈസയായിട്ട് മെഷർ ചെയ്യാം. പക്ഷേ നോൺ ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ ബെനിഫിറ്റ് ഇൻ ടേംസ് ഓഫ് മണി മെഷർ ചെയ്യാൻ പറ്റില്ല. ഗാർഡനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായ ആ ഒരു ബെനിഫിറ്റ്, യൂസ് എന്താണെന്ന് വെച്ചാൽ അത് പൈസ വെച്ച് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഒരു സ്ഥലത്ത് ജോലി ചെയ്തപ്പോൾ എനിക്ക് ഇത്ര രൂപ അവിടെ നിന്ന് ഞാൻ സാലറി ആയിട്ട് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് അവിടെ എനിക്ക് പൈസ വെച്ച് പറയാനായിട്ട് പറ്റും. ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ റിവാർഡ് എന്താണ്? മണി, പൈസയാണ്. നോൺ ഇക്കണോമിക്കിൻ്റെ ആണെങ്കിലോ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടുത്തെ റിവാർഡ്. ഇനി നോക്കിയേ, ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ. എന്തൊക്കെയാണ്? ബിസിനസ് ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്, അതായത് പ്രോഫിറ്റ് മേക്കിങ്ങിനാണ് ചെയ്യുന്നത്. റെഗുലാരിറ്റി ഇൻ ഡീലിംഗ്. നമ്മൾ ബിസിനസ് ചെയ്യുന്നത് എന്തിനാണ്? എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്? റെഗുലർലി ചെയ്യണം, റെഗുലർ ബേസിസിലാണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ബിസിനസ് ആവില്ല. പ്രോഫിറ്റ് മോട്ടീവ്. ബിസിനസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള എയിമിലാണ്. എലമെൻറ്റ് ഓഫ് റിസ്ക്. ബിസിനസ് ചെയ്യുമ്പോൾ റിസ്ക് എന്നൊരു എലമെൻ്റ് ഉണ്ട്, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ ഇക്കണോമിക് ആക്ടിവിറ്റി, റെഗുലാരിറ്റി ഇൻ ഡീലിംഗ്, പ്രോഫിറ്റ് മോട്ടീവ്, എലമെൻറ്റ് ഓഫ് റിസ്ക്. ഇത്രയും കാര്യങ്ങൾ ഓർക്കാം. പിന്നെ നോക്കേണ്ടത് ഇൻഡസ്ട്രി എന്താണ്? ബിസിനസ്സിനെ നമുക്ക് രണ്ടായിട്ട് മെയിൻലി തിരിക്കുന്നത് ഇൻഡസ്ട്രി, കൊമേഴ്സ്. അതിൽ ഇൻഡസ്ട്രിയിൽ വരുന്നത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. പ്രൈമറിയിൽ വരുന്നത് എക്സ്ട്രാക്റ്റീവ് ആൻഡ് ജെനറ്റിക്. സെക്കൻഡറിയിൽ വരുന്നത് മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ. മാനുഫാക്ചറിങ്ങിലാണ് അനലിറ്റിക്കൽ, സിന്തറ്റിക്കൽ, പ്രോസസ്സിങ്, അസംബ്ലി. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജസ്, ഡാംസ്, അതൊക്കെ ബിൽഡിങ്സ് ഒക്കെ വരും. ഓക്കെ, ഇനി നമുക്ക് ഹിൻഡ്രൻസസിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ എന്നുള്ളത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെമഡി ട്രേഡ്. ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്, ട്രാൻസ്പോർട്ടേഷൻ. ഹിൻഡ്രൻസ് ഓഫ് ടൈം, വെയർ ഹൗസിങ്. തിരിഞ്ഞു പോരുത് കേട്ടോ. പ്ലേസ്, ട്രാൻസ്പോർട്ടേഷൻ, ടൈം, വെയർ ഹൗസിങ് മാറിപ്പോരുത്. ഫിനാൻസ്, ബാങ്കിങ്. റിസ്ക്, ഇൻഷുറൻസ്. നോളജ്, അഡ്വർടൈസിങ്. ഇനി മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ചോദിച്ചാൽ എന്തൊക്കെ എഴുതും? മെയിൻ ഒബ്ജക്റ്റീവ് ഏർണിംഗ് പ്രോഫിറ്റ് ആണ്. പിന്നെയുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഇന്നോവേഷൻ, അതായത് പുതിയ എന്തെങ്കിലും മാർക്കറ്റിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഇന്നോവേഷൻ എന്ന് പറയുക. ഇൻട്രൊഡക്ഷൻ ഓഫ് സംതിങ് ന്യൂ ടു ദ മാർക്കറ്റ്. പുതിയൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പുതിയ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കുക. അങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഇന്നോവേഷനിൽ വരും. പിന്നെന്താണ്? മാർക്കറ്റ് സ്റ്റാൻഡിങ്, അതായത് നമ്മൾ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുന്നത്, ക്രിയേഷൻ ഓഫ് കസ്റ്റമേഴ്സ്, അതാണ് മാർക്കറ്റ് സ്റ്റാൻഡിങ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എഴുതാം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അത് പറയാലോ. നമ്മൾ സാധനങ്ങൾ മാന്യമായ വിലയിൽ അല്ലേ, ശരിക്കും ഉള്ള വില വെച്ച് സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അങ്ങനത്തെ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളിലേക്ക്. ഇതൊക്കെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ വരും. അതേപോലെ ജോബ് ഉണ്ടാക്കി കൊടുക്കുന്നു, എൻവയൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ ബിസിനസ് ചെയ്യുന്നു. സോ ഇതൊക്കെ എന്താ പറയുക, മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്സിൽ വരുന്ന കാര്യങ്ങളാണ്. ബിസിനസ് റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്കൊരു പോസിബിലിറ്റി ഓഫ് ലോസ് അല്ലേ. ലോസിന് ചാൻസ് ഉണ്ട്, നഷ്ടത്തിന് സാധ്യതയുണ്ട്. അതാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ.
ബിസിനസ് റിസ്കിന് പല കാര്യങ്ങളുണ്ട്. നാച്ചുറൽ കോസസ്, ഇക്കണോമിക് കോസസ്, ഹ്യൂമൻ കോസസ്, ഗവൺമെൻറ് റിലേറ്റഡ് പോളിസി കോസസ്, ദെൻ ഫിസിക്കൽ കോസസ്. നാച്ചുറലിൽ വരുന്നത് ഈ പറയുന്ന നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെയാണ്, നമ്മുടെ കൺട്രോളല്ലാത്തത്. ഫ്ലഡ്, എർത്ത് ക്വേക്ക്, ഹെവി റെയിൻ, ഫാമൈൻ, സ്റ്റോം, ലൈറ്റ്നിങ്, ഇതൊക്കെ. ഇക്കണോമിക് കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കോമ്പറ്റീഷൻ കൂടുന്നു, പ്രൈസ്, ടെക്നോളജിയിൽ ചേഞ്ച് വരുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു, അങ്ങനെയൊക്കെ. ഹ്യൂമൻ കോസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആളുകൾ സ്ട്രൈക്ക് വിളിക്കുന്നു, എംപ്ലോയീസ് സ്ട്രൈക്ക് വിളിച്ചാൽ, റയറ്റ്സ്, കലാപങ്ങൾ, ഓക്കെ, മാനേജ്മെൻറ്റിൻ്റെ ഇൻഎഫിഷ്യൻസി, ഇവിടെയൊക്കെ ഹ്യൂമൻ കോസാണ്. ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ ടാക്സിൻ്റെ, ഇമ്പോർട്ട് എക്സ്പോർട്ട്, ലൈസൻസിങ് പോളിസിയിലൊക്കെ മാറ്റം വരുന്നു. ഫിസിക്കൽ കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, മെക്കാനിക്കൽ ഡിഫക്ട്സ് അല്ലെങ്കിൽ ആക്സിഡൻറ്റ്സ് ഫ്രം ഡിഫക്റ്റീവ് മെഷീനറി, ഇതെല്ലാം ഫിസിക്കൽ കോസിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ റിസ്കിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, സ്പെക്യുലേറ്റീവും പ്യുവർ റിസ്ക്കും. സ്പെക്യുലേറ്റീവ് റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭത്തിനും നഷ്ടത്തിനും ചാൻസ് ഉണ്ട്. അതായത് ഡിമാൻഡിൻ്റെ മാറ്റം കൊണ്ടുണ്ടാവുന്നത്, അല്ലെങ്കിൽ പ്രൈസ് ഓഫ് റോ മെറ്റീരിയലിൽ വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നഷ്ടമായിരിക്കാം, ചിലപ്പോൾ ലാഭമായിരിക്കാം, രണ്ടിനും ചാൻസ് ഉണ്ട്. ഇതാണ് സ്പെക്യുലേറ്റീവ്. പ്യുവർ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടത്തിന് മാത്രം ചാൻസ് ഉള്ളൂ, അല്ലെങ്കിൽ നഷ്ടമില്ല, ഇതുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്നില്ല. അതാണ് പ്യുവർ റിസ്ക് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സ്പെക്യുലേറ്റീവ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്, ഗവൺമെൻറ് പോളിസിയിലൊക്കെ ചേഞ്ച് വരുന്നു, ഒന്നില്ലെങ്കിൽ ലാഭം അല്ലെങ്കിൽ നഷ്ടം. പ്യുവർ റിസ്ക് എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ്, തെഫ്റ്റ്, ഒന്നില്ലെങ്കിൽ നഷ്ടം അല്ലെങ്കിൽ നഷ്ടം ഇല്ല, നോ ലോസ് അല്ലെങ്കിൽ ലോസ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സ്റ്റാർട്ടിങ് എ ബിസിനസ് തുടങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? സെലക്ഷൻ ഓഫ് ലൈൻ ഓഫ് ബിസിനസ്, സൈസ് ഓഫ് ബിസിനസ്, ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്, ലൊക്കേഷൻ ഓഫ് ബിസിനസ്, ഫിനാൻസിങ്, പ്ലാൻഡ് ലേ ഔട്ട്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. സോ ഇത്രയാണ് ചാപ്റ്റർ 1 കുറേ കാര്യങ്ങൾ. ഇനി ചാപ്റ്റർ 2 നോക്കുകയാണെങ്കിൽ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സോൾ പ്രിപ്പറേറ്റർഷിപ്പാണ്. 8 മാർക്സിൻ്റെ എസ്സേ ചോദിക്കാറുള്ളതാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് സിംഗിൾ ഓണർഷിപ്പ്, ഈസി ഫോർമേഷൻ, കൺട്രോൾ, അൺലിമിറ്റഡ് ലയബിലിറ്റി, നോ പ്രോഫിറ്റ് ഷെയറിംഗ്. ഓക്കെ, സോ ഇതൊക്കെ നമുക്ക് എഴുതാം. പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം മെറിറ്റ്സ് എന്തൊക്കെയാണ്? മെറിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ഫോർമേഷൻ, ക്വിക്ക് ഡെസിഷൻ മേക്കിംഗ്, മോട്ടിവേഷൻ ടു വർക്ക്, സീക്രസി, സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഡീമെറിറ്റ്സ് എന്താണ്? ലിമിറ്റഡ് ക്യാപിറ്റൽ, അൺലിമിറ്റഡ് ലയബിലിറ്റി, ലിമിറ്റഡ് മാനേജീരിയൽ സ്കിൽ, ഇക്കണോമിക് സൈസ്, അൺസർട്ടൻ ലൈഫ് ഒക്കെ ആയിട്ട് എഴുതാം. ഇനി ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ഫോം ഓഫ് ബിസിനസ് ഫൗണ്ട് ഓൺലി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മാത്രം ഉള്ള ഒരു ബിസിനസ്സാണ്, സ്പെഷ്യൽ ഫോം ഓഫ് ബിസിനസ്സാണ്. ഇത് ഒരു എഗ്രിമെൻറ്റ് ബേസിസിലൊന്നും തുടങ്ങുന്നതല്ല, കോൺട്രാക്റ്റിൻ്റെ ഒന്നും ബേസിസിലല്ല. ഇത് ഓപ്പറേഷൻ ഓഫ് ഹിന്ദു ലോയിൻ്റെ ഒരു ബേസിസിലാണ് ഇത് നിലവിൽ വന്നത്. അതിൽ ഗ്രാൻഡ് പാരൻസ്, സൺസ് ഒക്കെ ഉണ്ടാവും. എൽഡസ്റ്റ് മെമ്പർ ഓഫ് ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ്സാണ് കർത്ത. അവരുടെ ലൈബിലിറ്റി അൺലിമിറ്റഡ് ആണ്, പക്ഷേ ബാക്കി എല്ലാ മെമ്പേഴ്സിനും കോ പാർട്ട്നേഴ്സ് എന്നാണ് പറയുക. അവരുടെ ലൈബിലിറ്റി ലിമിറ്റഡ് ആണ്. അതിൽ മെമ്പർഷിപ്പ് കിട്ടുന്നത് ബൈ ബർത്ത് ആണ്. ഫീച്ചേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് ബൈ ബർത്ത് ആണ് അല്ലേ. പിന്നെയെന്ന് പറഞ്ഞാൽ ആ ഫാമിലിയിൽ ജനിക്കുന്ന മൈനർ മെമ്പേഴ്സും അതിൻ്റെ എന്താ പറയുക, അവർക്കും ഇതിൽ റോളുണ്ട്. പിന്നെ കണ്ടിന്യൂറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ മെയിൻ ആൾ, അവിടുത്തെ ഹെഡ് മരിച്ചാൽ പോലും ബാക്കിയുള്ളവർക്ക് അവിടുത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് മെയിൽ മെമ്പറിന് അവിടുത്തെ കർത്തയായിട്ട് മാറാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഈസി ഫോർമേഷൻ, കണ്ടിന്യൂറ്റി ഓഫ് ബിസിനസ്, സീക്രസി, അഷ്വേർഡ് ഷെയർ ടു ഓൾ മെമ്പേഴ്സ്, ക്വിക്ക് ഡിസിഷൻ, ഡിവിഷൻ ഓഫ് വർക്ക്, ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ്. അതുപോലെ ഡിസഡ്വാൻറ്റേജസ് ലിമിറ്റഡ് ക്യാപിറ്റൽ, ലിമിറ്റഡ് മാനേജറിയൽ ലയബിലിറ്റി, അൺലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് കർത്ത, നോ ലിങ്ക് ബിറ്റ്വീൻ റെസ്പോൺസിബിലിറ്റി ആൻഡ് റിവാർഡ്, സ്കോപ്പ് ഫോർ മിസ്യൂസ് ഓഫ് പവർ. പാർട്ട്ണർഷിപ്പ് എന്താണ്? Partnership is the relation between two or more persons who have agreed to share profit of a business carried on by all or any of them acting for all. Okay, features formation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ എഗ്രിമെൻ്റ് ആണ്. ആ എഗ്രിമെൻറ്റിനെ പറയുന്ന പേര്, എഗ്രിമെൻറ്റ് റിട്ടൺ ആവാം, ഓറൽ ആവാം, കമ്പൽസറി അല്ല ഈ എഗ്രിമെൻറ്റ്. പക്ഷേ ആ എഗ്രിമെൻറ്റിനെ പറയുന്ന പേര് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 മെമ്പേഴ്സ് മിനിമം വേണം, മാക്സിമം 50. പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, അവിടുത്തെ മെയിൻ ഐഡിയ അതാണ്. പിന്നെ അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ് പാർട്ട്നേഴ്സിനുള്ളത്. അതിൻ്റെ ഒരു ഡീമെറിറ്റ് മെയിൻലി പറയുകയാണെങ്കിൽ ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റിയാണ് അല്ലേ.
നെക്സ്റ്റ് വൺ പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ കോണ്ടൻറ്റ്സ് പഠിക്കണം. നെയിം ഓഫ് ദ ഫേം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് പാർട്ട്നേഴ്സ്, നേച്ചർ ഓഫ് ബിസിനസ്, ഡ്യൂറേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഇഫ് എനി, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ട്ണർ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഇതൊക്കെയിൽ വരുന്ന കാര്യങ്ങളാണ്. ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഉണ്ട്. ഡ്യൂറേഷൻ്റെ ബേസിസിൽ പെർട്ടിക്കുലർ പാർട്ണർഷിപ്പ്, പാർട്ണർഷിപ്പ് അറ്റ് വിൽ. ലയബിലിറ്റിയുടെ ബേസിസിൽ ജനറൽ പാർട്ണർഷിപ്പ്, ലിമിറ്റഡ് ഓർ സ്പെഷ്യൽ പാർട്ണർഷിപ്പ്. ഓക്കെ, സോ അതൊന്ന് ജസ്റ്റ് നോക്കാം. പിന്നെ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് ആണ് ആക്റ്റീവ് പാർട്ട്ണർ. ആക്റ്റീവ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട്ണർ ഹു കോൺട്രിബ്യൂട്ട്സ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും, ഡേ ടു ഡേ അഫേഴ്സിൽ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളാണ് ആക്റ്റീവ് പാർട്ട്ണർ. അയാൾ ബിസിനസ്സിനെ മാനേജ് ചെയ്യും, കൺട്രോൾ ചെയ്യും, അയാളുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ ആക്റ്റീവായിട്ട് ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നേ ഇല്ല, അതാണ് സ്ലീപ്പിംഗ് ഓർ ഡോമൻ പാർട്ട്ണർ. പക്ഷേ ക്യാപിറ്റൽ ആദ്യം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പ്രോഫിറ്റ്സും അദ്ദേഹത്തിന് കിട്ടും, ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. പക്ഷേ ആളുകൾക്ക് അറിയില്ല ഇദ്ദേഹം ഒരു പാർട്ട്ണറാണ്, അതാണ് സ്ലീപ്പിംഗ് പാർട്ട്ണർ. സീക്രട്ട് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഫേമിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, പ്രോഫിറ്റ് ഷെയർ ചെയ്യും, ലോസസും ഒക്കെ ഷെയർ ചെയ്യും, അതേപോലെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. പക്ഷേ ജനറൽ പബ്ലിക്കിന് ഇദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് അറിയില്ല. പിന്നെ നോമിനൽ പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റലിലേക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, ബിസിനസ്സിലും ആക്റ്റീവ് പാർട്ടൊന്നുമില്ല, അതൊരു പാർട്ട്ണറായിട്ട് ജസ്റ്റ് നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അതാണ് നോമിനൽ പാർട്ട്ണർ. പാർട്ട്ണർ ഇൻ പ്രോഫിറ്റ്സ് ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റിൽ മാത്രം താല്പര്യമുണ്ട്, പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും മാത്രമാണ്, ലോസിൽ ഇല്ല. പാർട്ട്ണർ ബൈ പ്രോഫിറ്റ് ഓൺലി എന്നറിയപ്പെടുന്നതും ഇവരെ തന്നെയാണ്. ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്കൊരു ഇമ്പ്രഷൻ കിട്ടും, ഓ ഇയാൾ ഇവിടുത്തെ പാർട്ട്ണറാണ്, അയാൾക്ക് പ്രോഫിറ്റ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല, ബിസിനസ്സിൽ കാര്യങ്ങളിലൊന്നും അയാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. സോ ദാറ്റ് ഈസ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ. ദെൻ നെക്സ്റ്റ് വൺ, പാർട്ട്ണർഷിപ്പിൻ്റെ രജിസ്ട്രേഷൻ കമ്പൽസറി അല്ല, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിക്കേണ്ടതാണ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ഫോർമേഷൻ, മോർ ഫണ്ട്സ്, ഡിവിഷൻ ഓഫ് ലേബർ, ബാലൻസ് ഡിസിഷൻ മേക്കിംഗ്, ഇഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്, ഷെയറിംഗ് ഓഫ് റിസ്ക്, ഇതൊക്കെയാണ്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് അൺലിമിറ്റഡ് ലയബിലിറ്റി, നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ്, ലിമിറ്റഡ് റിസോഴ്സസ്, ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്, ഇതൊക്കെ വരും, ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി ഒക്കെ വരും. ജോയിൻസ് ടു കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എൻ ഓർഗനൈസേഷൻ ഓൺഡ് ജോയിൻ്റ്ലി ബൈ ഓൾ ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, കമ്പനി ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 അണ്ടറിൽ എന്തായാലും രജിസ്റ്റർ ചെയ്തിരിക്കണം, കമ്പൽസറി ആണ്. ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും ഇതിൻ്റെ ഓണർ. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഹാവിങ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, പെർപച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ, ഇതൊക്കെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ മെറിറ്റ്സിൽ വരുന്നത് ഹ്യൂജ് ക്യാപിറ്റൽ, ലിമിറ്റഡ് ലയബിലിറ്റി, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, ഇക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ, ഇഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്, പബ്ലിക് കോൺഫിഡൻസ് ഒക്കെ വരും, പെർപച്വൽ സക്സഷനൊക്കെ. ഡിസഡ്വാൻറ്റേജസിൽ ഡിഫിക്കൽട്ടി ഓഫ് ഫോർമേഷൻ, ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്, ലാക്ക് ഓഫ് സീക്രസി, എക്സസീവ് റെഗുലേഷൻ ഓഫ് ലോ, ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി, ഇതൊക്കെ വരും. ഡെവലപ്മെൻറ്റ് ഓഫ് മോണോപ്പൊളി എല്ലാം വരും. പിന്നെ നെക്സ്റ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ്, പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, 1 person കമ്പനി. പ്രൈവറ്റ് കമ്പനി തുടങ്ങാനായിട്ട് മിനിമം എത്ര പേരാണ് വേണ്ടത്, മാക്സിമം എത്ര പേരാണെന്നൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2 members, മാക്സിമം 200. പബ്ലിക് കമ്പനിയിൽ മിനിമം 7 members, മാക്സിമം അൺലിമിറ്റഡ്. മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ പ്രൈവറ്റ് കമ്പനി 2, പിന്നെ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ പബ്ലിക് കമ്പനി 3. ഇത് ഓർത്തിരിക്കണം. ഡിഫറൻസസ് ബിറ്റ്വീൻ പബ്ലിക് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഫോർ പ്രൊമോഷൻ ഓഫ് ദെയർ ഓൺ കോമൺ ഇക്കണോമിക് ഇൻട്രസ്റ്റ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മോട്ടീവാണ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. പിന്നെ ഓർക്കുക, 1 man 1 vote പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നത് ഇവിടെയാണ്. സർവീസാണ് മോട്ടീവ്. ഈ 3 പോയിൻറ്റ്സും എന്തായാലും ഓർത്തിരിക്കുക. പിന്നെ അഡ്വാൻറ്റേജസ് ഈസി ഫോർമേഷൻ, ലിമിറ്റഡ് ലയബിലിറ്റി, ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, ഗവൺമെൻറ് അസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും. ഡിസഡ്വാൻറ്റേജസ് ആണെങ്കിൽ അൺസ്യൂട്ടബിൾ ഫോർ ലാർജ് ബിസിനസ്, ലാക്ക് ഓഫ് സീക്രസി, ആബ്സെൻസ് ഓഫ് മോട്ടിവേഷൻ, നോൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്. പിന്നെ ടൈപ്സിൽ വരുന്നത് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി. കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എസ്റ്റാബ്ലിഷ് ടു റിമൂവ് മിഡിൽ മെൻ ഫ്രം ട്രേഡ്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ് ഓഫ് സ്മോൾ സ്കെയിൽ പ്രൊഡ്യൂസേഴ്സ്. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്, അവർക്ക്
പ്രൊഡക്ട്സ് ഇൻഡിവിജ്വലി സെല് ചെയ്യാൻ പ്രശ്നമുള്ളവർ തുടങ്ങിയതാണ്. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ദെൻ നെക്സ്റ്റ് വൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഹെൽപ്പ് പുവർ പീപ്പിളിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സ്മോൾ ഫാമേഴ്സിൻ്റെ സൊസൈറ്റിയാണ്. കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ലോ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പ് പീപ്പിളിൻ്റെയാണ്. ഓക്കെ, സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊസൈറ്റീസിൽ വരുന്ന കാര്യങ്ങൾ. തേർഡ് ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ പ്രൈവറ്റ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസസ്. ടൈപ്സ് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്, ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ്സ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, ഗവൺമെൻറ് കമ്പനി. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ് ആണ്. ഇന്ത്യൻ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനിൽ RBI, SBI, KSRTC, ഗവൺമെൻറ് കമ്പനി ബെൽ, സെയിൽ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇതൊക്കെ വരുന്നതാണ്. സോ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ ഡിവിഷൻസ് ചോദിക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഓർ പബ്ലിക് കോർപ്പറേഷൻ, ഗവൺമെൻറ് കമ്പനി. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു 3 ഫീച്ചേഴ്സും 3 മെറിറ്റ്സും 3 ഡിമെറിറ്റ്സും നോക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. അതിനു മുമ്പേ MNC ഒന്ന് നോക്കാം. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് MNC, മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ഓർ ഗ്ലോബൽ എൻ്റർപ്രൈസസ്. ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസ്, ജയൻറ്റ് സൈസ്, സെൻട്രലൈസ് കൺട്രോൾ, അഡ്വാൻസ് ടെക്നോളജി, പ്രൊഡക്റ്റ് ഇന്നോവേഷൻ, ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സസ്. അതൊക്കെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്മെൻറ്റ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ ബ്രദർഹുഡ് ആൻഡ് കൾച്ചർ, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ്, ഓവറോൾ ഡെവലപ്മെൻറ്റ് ഒക്കെ വരാം. ഡിമെറിറ്റ്സ് ആണെങ്കിൽ ഡേഞ്ചർ ഫോർ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്, ദെൻ നോ ബെനിഫിറ്റ് ടു പുവർ പീപ്പിൾ, ഡേഞ്ചർ ടു ഇൻഡിപെൻഡൻസ്, കെയർലെസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, സെൽഫിഷ് പ്രൊമോഷൻ ഓഫ് ഫോറിൻ കൾച്ചർ. ജോയിൻറ്റ് വെഞ്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ബിസിനസ് എഗ്രി ചെയ്യുന്നു. എന്തിനാണ്? ഫോർ എ കോമൺ പർപ്പസ് ആൻഡ് മ്യൂച്വൽ ബെനിഫിറ്റ്. അതാണ് ജോയിൻറ്റ് വെഞ്ചർ. അഡ്വാൻറ്റേജസ് ഓഫ് ജോയിൻറ്റ് വെഞ്ചർ: ഇൻക്രീസ്ഡ് റിസോഴ്സ് ആൻഡ് കപ്പാസിറ്റി, ആക്സസ് ടു ന്യൂ മാർക്കറ്റ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സ്, ആക്സസ് ടു ലേറ്റസ്റ്റ് ടെക്നോളജീസ്, ഇന്നോവേഷൻ, ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ ഇതിൽ വരും. PPP എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പാണ്. ഓക്കെ, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. It means an enterprise which a project or service is financed and operated through partnership of government and private enterprises. ഗവൺമെൻറ്റും പ്രൈവറ്റും കൂടെ കൂടിയിട്ട് മാനേജ് ചെയ്യാൻ കൺട്രോൾ ചെയ്യുന്നത് പബ്ലിക് പ്രൈവറ്റ് എൻ്റർപ്രൈസസ്. വെരി ഈസിയാണ്, പഠിക്കണം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ചാപ്റ്റർ 4 നോക്കുകയാണെങ്കിൽ ബിസിനസ് സർവീസസ് ആണ്. അതിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് സർവീസസ് പറയുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണ്? ഇൻടാഞ്ചിബിലിറ്റി, ഇൻകൺസിസ്റ്റൻസി, ഇൻസെപ്പറബിലിറ്റി, ഇൻവെൻറ്ററി, ഇൻവോൾവ്മെൻറ്റ് ഒക്കെ അതിൽ വരും. ടൈപ്സ് ഓഫ് സർവീസസിൽ വരുന്നത് എന്തൊക്കെയാണ്? ബിസിനസ് സർവീസ്, സോഷ്യൽ സർവീസ്, പേഴ്സണൽ സർവീസ് ഒക്കെ വരും. ഗുഡ്സും സർവീസും തമ്മിലുള്ള ഡിഫറൻസ് പറയാം. ഗുഡ്സ് ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റാണ്. സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആക്ടിവിറ്റി ഒരു പ്രോസസ്സാണ്. ഗുഡ്സ് ടാഞ്ചിബിൾ, സർവീസസ് ഇൻടാഞ്ചിബിൾ. പിന്നെ ഗുഡ്സ് ക്യാൻ ബി കെപ്റ്റ് ഇൻ സ്റ്റോക്ക്, സർവീസ് കനോട്ട് ബി കെപ്റ്റ് ഇൻ സ്റ്റോക്ക്. ഓണർഷിപ്പ് ഗുഡ്സിൻ്റെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, സർവീസിൻ്റെ പറ്റില്ല. നെക്സ്റ്റ് വൺ കൊമേഴ്ഷ്യൽ ബാങ്ക്സും അതിൻ്റെ ഫീച്ചേഴ്സും പഠിക്കണം. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ബാങ്കിങ് ബിസിനസ്സും ചെയ്യുന്നവരാണ്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് അല്ല, ഫങ്ഷൻസ് പ്രൈമറിയും സെക്കൻഡറിയും ഉണ്ട്. പ്രൈമറിയിലാണ് ഈ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സിൽ സേവിങ് അക്കൗണ്ട് ഡെപ്പോസിറ്റ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഒക്കെ വരുന്നത്. പിന്നെ ലെൻഡിങ് ഓഫ് മണിയും പ്രൈമറി ഫങ്ഷനാണ്. അതിൽ ഈ മറ്റേ ക്യാഷ്, ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ഓക്കെ, ഇതൊക്കെ ടൈപ്സ് ഓഫ് അഡ്വാൻസസ് ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫർ ചെയ്യുന്നത്. ക്യാഷ്, ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ഡിസ്കൗണ്ടഡ് ബിൽ, ടേം ലോൺസ് ഒക്കെ. സെക്കൻഡറി ഓർ സബ്സിഡറിയിൽ വരുന്നത് ഏജൻസി സർവീസസും ജനറൽ യൂട്ടിലിറ്റി സർവീസുമാണ്. ഏജൻസി സർവീസിലാണ് കളക്ഷൻ ഓഫ് ചെക്സ്, റെമിറ്റൻസ് ഓഫ് മണി. ജനറൽ യൂട്ടിലിറ്റി സർവീസിന് വരുന്നതാണ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇൻഷുറൻസ് പ്രീമിയം, ടെലിഫോൺ ബിൽ, കളക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻസ്, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ഒക്കെ വരുന്നത്. ലോക്കൽ ഫെസിലിറ്റീസ് കൊടുക്കുന്നതൊക്കെ ഈ പറയുന്ന ജനറൽ യൂട്ടിലിറ്റി സർവീസാണ്. ഇത് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ സെക്കൻഡറി ഫങ്ഷനിൽ വരുന്ന ഒന്നാണ്. നെക്സ്റ്റ് വൺ ഇ ബാങ്കിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ബാങ്കിങ്, അതായത് കസ്റ്റമേഴ്സിന് ബാങ്ക് ഇൻ്റർനെറ്റിലൂടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ ഇ ബാങ്കിങ്. നെക്സ്റ്റ് നോക്കേണ്ടത് മോസ്റ്റ് കോമൺ ടൈപ്സ് ഓഫ് ഇ ബാങ്കിങ്. അതിൽ വരുന്ന ആ ഒരു ട്രെൻഡ്സ്, പേയ്മെൻറ്റ് മെക്കാനിസംസിൽ ഈ ATM, നെറ്റ് ബാങ്കിങ് ഒക്കെ, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, മൊബൈൽ ബാങ്കിങ് ഒക്കെ വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് അറിയാവുന്നതാണ്. ഇൻ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഇൻറ്റെമിനിറ്റി, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, കോസ് അപ്രോക്സിമേറ്റ്, സബ്രോഗേഷൻ, മിറ്റിഗേഷൻ ഓഫ് ലോസ്, കോൺട്രിബ്യൂഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്, എന്തായാലും ചോദിക്കും അത്. പിന്നെ നോക്കേണ്ടത് ഡബിൾ ഇൻഷുറൻസും റീ ഇൻഷുറൻസും.
ഡബിൾ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം സബ്ജക്റ്റ് മാറ്ററിൽ ഒന്നിലധികം ഇൻഷുററിൻ്റെ അടുത്ത് നിന്ന് ഇൻഷുവേർഡ് ഇൻഷുറൻസ് എടുക്കുന്നു. ഓക്കെ, പക്ഷേ ആക്ച്വൽ എമൗണ്ട് ഓഫ് ലോസ് ആണ് കിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് രണ്ടുപേരുടെ ഒന്നും വലിയൊരു എമൗണ്ട് മേടിക്കാമെന്ന് വിചാരിക്കരുത്. റീ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അതിൻ്റെ റിസ്ക് വേറൊരു ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്ത് പിന്നെയും ഇൻഷുറൻസ് എടുക്കുന്നു. മനസ്സിലായോ? അതായത് ഇൻഷുറൻസ് കമ്പനി അവരുടെ റിസ്ക് ഫുള്ളായിട്ടോ അല്ലെങ്കിൽ പാർട്ടായിട്ടോ വേറൊരു കമ്പനിയുടെ അടുത്തും കൂടെ ഇൻഷുർ ചെയ്യുന്നു. ദാറ്റ് ഈസ് റീ ഇൻഷുറൻസ്. പിന്നെ നോക്കേണ്ട കാര്യം ഈ വെയർ ഹൗസിങ്, ഫങ്ഷൻസ് ഓഫ് വെയർ ഹൗസിങ്, സ്റ്റോറേജ് ഫെസിലിറ്റി ഓർ സ്റ്റോക്ക് പൈലിംഗ്, പ്രൊട്ടക്ഷൻ ഓഫ് ഗുഡ്സ്, പ്രൈസ് സ്റ്റെബിലൈസേഷൻ, ഫിനാൻസിങ്, റിസ്ക് ബെയറിംഗ്, ബ്രേക്കിംഗ് ദ ബൾക്ക്, കൺസോൾട്ടേഷൻ. ടൈപ്സ് ഓഫ് വെയർ ഹൗസസിൽ വരുന്നതാണ് പ്രൈവറ്റ്, പബ്ലിക്, ഗവൺമെൻറ്, ബോണ്ടഡ്, കോപ്പറേറ്റീവ്. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ ഓൺ ചെയ്യുന്നത് വലിയ വലിയ ബിസിനസ് കൺസേൺസ് ആയിരിക്കും, അവരുടെ സ്വന്തം ഗുഡ്സ് സ്റ്റോർ ചെയ്യാനായിട്ട്. പബ്ലിക് വെയർ ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ചെയ്യുന്നത് പ്രൈവറ്റ് കമ്പനീസും ഗവൺമെൻറ് കമ്പനീസ് ഒക്കെ ഉണ്ട്, ലാർജ് സൈസ്ഡ് ആയിരിക്കും. ഓക്കെ, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടി പെയ്ഡ് ആണ്. ഓക്കെ, ആളുകൾക്ക് സാധനങ്ങൾ അവിടെ വയ്ക്കാം. ഗവൺമെൻറ് വെയർ ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സ്വന്തം വെയർ ഹൗസാണ്. അത് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ ഗവൺമെൻറ് ഒക്കെ അവരുടെ ഗുഡ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പണിയുന്നതാണ് ഗവൺമെൻറ് വെയർ ഹൗസ്. അവിടെ പബ്ലിക്കിൻ്റെ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇമ്പോർട്ടഡ് ഗുഡ്സ് ഇമ്പോർട്ട് ഡ്യൂട്ടി അടച്ച് തീർക്കുന്നതിനൊക്കെ മുമ്പ് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യേണ്ടേ, അതിനാണ് ബോണ്ടഡ് വെയർ ഹൗസ്. കോപ്പറേറ്റീവ് വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് അണ്ടർടേക്കിങ്സ് ഓൺ ചെയ്യുക, മാനേജ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് വെയർ ഹൗസ്. അടുത്തത് 5ാമത്തെ പാഠം എടുക്കുകയാണെങ്കിൽ ഇ ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻ്റർനെറ്റിലൂടെ ചെയ്യുന്നത്. 24/7 ബേസിസിൽ സർവീസ് ഉണ്ടാവും. ടൈപ്സ്, സ്കോപ്പ് ഓഫ് ഇ ബിസിനസ്സിൽ B2B, B2C, B2G, B2E, C2C വരും. ബിസിനസ് ടു ബിസിനസ് ആണ് B2B. അതായത് ഇപ്പോൾ നന്ദല ജിമാർട്ട് സാംസങ് ഇലക്ട്രോണിക്സിൻ്റെ അടുത്ത് നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. രണ്ടുപേരും ബിസിനസ്സുകാരാണ്, അപ്പോൾ അത് B2B. B2C എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ATMൽ ക്യാഷ് നമ്മൾ പോയി വിഡ്രോ ചെയ്യില്ലേ, അത്. കാരണം ബിസിനസ് ആണ് ബാങ്കുകാരുടെ C എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് നമ്മൾ. പിന്നെ B2G എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു ഗവൺമെൻറ് ആണ്, നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ ടാക്സ് ഗവൺമെൻറ്റിന് അടയ്ക്കുന്നു ഓൺലൈനായിട്ട്, ദാറ്റ് ഈസ് B2G. B2E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് എംപ്ലോയിനോടുള്ള ആ ഒരു ഡീലിങ്സ്, ട്രാൻസാക്ഷൻസ്, സാലറി ഒരു ബിസിനസ്സുകാരൻ എംപ്ലോയിക്ക് ഇട്ട് കൊടുക്കുന്നു, ദാറ്റ് ഈസ് B2E. C2C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ടു കസ്റ്റമറാണ്. അതായത് യൂസ്ഡ് കാറ് ആളുകൾ OLXലിട്ട് വേറൊരു കസ്റ്റമറിനെ വിൽക്കുന്നു. അപ്പോൾ ആദ്യം ആ കാർ ഉപയോഗിച്ച ആൾ ഒരു കസ്റ്റമറായിരുന്നു, അയാൾ വേറൊരു ആൾക്ക് വിൽക്കുന്നു. സോ അവിടെ C2C. OLXും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട ഓർക്ക് C2C ആണ്. ഈ ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജസ് പഠിക്കണം. ഗ്ലോബൽ മാർക്കറ്റാണ്, സ്പീഡ്, കൺവീനിയൻസ്, ഈസി ടു ഫോം, ലോ ഇൻവെസ്റ്റ്മെൻറ്റ്, റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പർച്ചേസ്, അതൊക്കെ എഴുതാം. ലിമിറ്റേഷൻസ്, ലോ പേഴ്സണൽ ടച്ച്, ലോങ് ടൈം ടു കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസ്, കമ്പ്യൂട്ടർ ലിറ്ററസി ഈസ് നീഡഡ്, പീപ്പിൾസ് റെസിസ്റ്റൻസ് ഒക്കെ എഴുതാം. ഈ ബിസിനസ്സും ട്രഡീഷണൽ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസസ് വെരി ഇമ്പോർട്ടൻറ്റ്, പഠിക്കണം. എന്തൊക്കെയാണ്? സെറ്റിംഗ് അപ്പ് കോസ്റ്റ് ഈ ബിസിനസ്സിൽ ലോ ആണ്, ട്രഡീഷണലിൽ ഹൈ ആണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണെങ്കിലും ഈ ബിസിനസ്സിൽ ലോ ആണ്, ട്രഡീഷണലിൽ ഹൈ ആണ്. പേഴ്സണൽ ടച്ച് ഈ ബിസിനസ്സിലില്ല, ട്രഡീഷണലിലുണ്ട്. ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് ഗുഡ്സ് ഈ ബിസിനസ്സിൽ പോസിബിൾ അല്ല, ട്രഡീഷണലിൽ പോസിബിളാണ്. ബിസിനസ് എക്സ്പാൻഷന് നല്ല സ്കോപ്പാണ് ഈ ബിസിനസ്സിൽ, ട്രഡീഷണൽ ബിസിനസ്സിൽ ഡിഫിക്കൽട്ടാണ്. വൈഡർ മാർക്കറ്റാണ് ഈ ബിസിനസ്സിന്, ട്രഡീഷണൽ ബിസിനസ്സിന് നാരോ മാർക്കറ്റിങ്ങേ ഉള്ളൂ. ട്രാൻസാക്ഷൻ റിസ്ക് ഹൈ ഈ ബിസിനസ്സിന്, ട്രഡീഷണൽ ബിസിനസ്സിന് ലോ ആണ്. ദെൻ നെക്സ്റ്റ് വൺ, 4 പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഫോർ ഓൺലൈൻ ബിസിനസ് ട്രാൻസാക്ഷൻ. ഏതൊക്കെയാണ്? ക്യാഷ് ഓൺ ഡെലിവറി, ചെക്ക്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ട്രാൻസ്ഫർ, ഡിജിറ്റൽ ക്യാഷ്. ഇനി ഈ ട്രാൻസാക്ഷൻ റിസ്കിൽ വരുന്നതാണ് ട്രാൻസാക്ഷൻ റിസ്ക്, ഡാറ്റ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്മിഷൻ റിസ്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഔട്ട്സോഴ്സിങ് അല്ലെങ്കിൽ BPO, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യും, ടെക്നിക്കൽ സപ്പോർട്ട് സർവീസ്, ടെലിമാർക്കറ്റിംഗ് സർവീസ്, ഡാറ്റ എൻട്രി, ഡാറ്റ പ്രോസസ്സിങ്, ഡാറ്റ കൺവേർഷൻ സർവീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഔട്ട്സോഴ്സിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഔട്ട്സോഴ്സിങ് ചെയ്ത് കഴിഞ്ഞുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ വേറൊരു കമ്പനീനെ ഏൽപ്പിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാം. മറ്റ് കമ്പനി, ഇപ്പോൾ ഞാൻ കാറ്ററിംഗ് ആണ് വേറൊരു കമ്പനീനെ ഏൽപ്പിക്കുന്നതെങ്കിൽ കാറ്ററിംഗ് നന്നായി ചെയ്യുന്നൊരു കമ്പനീനെ ഞാൻ ഏൽപ്പിക്കുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ബെനിഫിറ്റ്? എനിക്ക് എൻ്റെ ബിസിനസ് നന്നായിട്ട് നോക്കാം, അവരവരുടെ എക്സലൻറ്റ് സർവീസ് എനിക്ക് വേണ്ടി പ്രൊവൈഡും ചെയ്യും, അല്ലേ? അവർക്ക് ഞാൻ പൈസ കൊടുത്തിട്ടാണ് അവരെ കൊണ്ട് ചെയ്യിക്കണേ, അപ്പോൾ അവർ നല്ല സർവീസ് എനിക്ക് വേണ്ടി തരും. അപ്പോൾ കോൺസെൻട്രേറ്റ് ഓൺ കോർ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ബിസിനസ്സിൽ കറക്റ്റ് കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ
പറ്റും. അതേപോലെ കാറ്ററിംഗുകാർക്ക് ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ ജോലി അതാണ്, അവർ നന്നായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യും. കോസ്റ്റ് റിഡക്ഷൻ, ഞാൻ ഇവിടെ തന്നെ ചെയ്യുന്നതിനേക്കാളും അവർ കൃത്യമായിട്ട് അധികം പൈസ ഇല്ലാണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു തരും. പിന്നെ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് സർവീസ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ, ഔട്ട്സോഴ്സിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെന്ന് പറഞ്ഞാൽ ലേബർ പ്രോബ്ലംസ് ഒന്നുമില്ല. ആ ബിസിനസ്സുകാരുടെ അതിന് വേണ്ട ലേബേഴ്സ് ഉണ്ടാവും, ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ ആളുകളെ കണ്ടെത്തേണ്ട ആവശ്യമില്ല. സോ ഇതൊക്കെ നമുക്ക് എഴുതാം. പിന്നെ ഡിമെറിറ്റ്സ് ലാക്ക് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി, ദെൻ റിസെൻമെൻറ്റ് ഇൻ ഹോം കൺട്രി, കൾച്ചറൽ ലാംഗ്വേജ് ഡിഫറൻസ്, എത്തിക്കൽ കൺസേൺ. ഞാനിവിടെ ഒരു എക്സാമ്പിൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കാറ്ററിംഗ് പറഞ്ഞത്. കൂടുതൽ ഈ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ് ചെയ്യുന്നത് ഈ മറ്റേ എഞ്ചിനീയേഴ്സൊക്കെ, ഇന്ത്യയിലെ എഞ്ചിനീയേഴ്സിനെ അമേരിക്കൻ കമ്പനീസ് വിളിക്കും, ഇന്ത്യയിലെ ഡോക്ടേഴ്സിനെ വിളിക്കും. സോ ഇതൊക്കെ അവർക്ക് നല്ല സർവീസ് കിട്ടും, അതേപോലെ ലോ പേയ്മെൻറ്റിൽ കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി വെച്ചിട്ടാണ് ഇവിടുത്തെ ഡോക്ടേഴ്സിനെയും എഞ്ചിനീയേഴ്സിനെയൊക്കെ അമേരിക്കൻ കമ്പനീസും ഫോറിൻ കൺട്രീസൊക്കെ വിളിക്കുന്നത്. ദെൻ 7th ചാപ്റ്റർ ഫോർമേഷൻ ഓഫ് കമ്പനി. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, പ്രൊമോഷൻ, ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടർ. ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടർ എനിക്ക് തോന്നുന്നു ഇതുവരെ എപ്പോഴും എല്ലാ വർഷവും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ